ഹായ്, എല്ലാവർക്കും ടാരോ 96ലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് സെക്കൻഡ് മാരേജിനെ കുറിച്ചാണ്. അതായത് രണ്ടാമത് വിവാഹം കഴിക്കാൻ നോക്കുന്ന ആൾക്കാർ മാത്രം കാണുക. ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നവരുണ്ടാവാം, ഡിവോഴ്സ്ഡ് ആയിട്ടുള്ളവരുണ്ടാവാം. ഓക്കെ, അതുപോലെ ചിലപ്പോൾ നമ്മുടെ സ്പൗസായിരുന്ന വ്യക്തി നമ്മളെ വിട്ട് പിരിഞ്ഞ് പോയിട്ടുണ്ടാവാം. പല സാഹചര്യങ്ങളാണ് അല്ലേ. അപ്പോൾ രണ്ടാമതൊരു വിവാഹം, സെക്കൻഡ് മാരേജിനെ നോക്കുന്ന ആൾക്കാർ മാത്രം ഈ ഒരു റീഡിങ് കാണുക. ഞാനിവിടെ 3 പൈൽസ് വെച്ചിട്ടുണ്ട്. പൈൽ നമ്പർ 1, 2, 3. അപ്പം ഇത് കുറച്ച് സെൻസിറ്റീവായിട്ടുള്ള റീഡിങ് ആയതുകൊണ്ട് തന്നെ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ കാണുന്ന കാര്യങ്ങൾ പറയാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് ഓപ്പൺ മൈൻഡായിട്ട് കേൾക്കുക. ഓക്കെ, എന്താ റീഡിങ്ങിൽ വരുന്നത് നമുക്കറിയില്ല. എനിഹൗ നമുക്ക് ഫസ്റ്റ് റീഡിങ്ങിലേക്ക് പോവാം. പൈൽ നമ്പർ 1. അപ്പം നിങ്ങളുടെ സ്പൗസിൻ്റെ ഓവറോൾ എനർജി എന്താണ്? പൈൽ നമ്പർ 1. നിങ്ങളുടെ മാരേജിൻ്റെ ഓവറോൾ എനർജി എന്താണ്? സ്പൗസിൻ്റെ ക്യാരക്ടേഴ്സ്, സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഏത് സാഹചര്യത്തിൽ നിങ്ങൾ കണ്ടുമുട്ടും? ഓക്കെ, നമുക്ക് നോക്കാം സ്പൗസിൻ്റെ ഓവറോൾ എനർജി എന്താണ്. ജഡ്ജ്മെൻറ്റ്. മാരേജിൻ്റെ ഓവറോൾ എനർജി ദി എംപറർ ആണ് വന്നിരിക്കുന്നത്. ബേസിക് ക്യാരക്ടേഴ്സ് എടുത്തപ്പോൾ ഓപ്പോസിഷൻ, നെപ്റ്റ്യൂൺ, 9th ഹൗസ്. ഓക്കെ 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 സ്പൗസിൻ്റെ ഒരു ബേസിക് ക്യാരക്ടർ പറയാനാണെങ്കിൽ വളരെ നീതിപൂർവം ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. കള്ളം പറയുന്നതോ ചെയ്യുന്നതോ ഇഷ്ടമല്ലാത്ത ഒരു വ്യക്തി. എല്ലാം ലോയലായിട്ട് വളരെ നിങ്ങളോട് വളരെ ലോയലായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ചീറ്റിങ് കാര്യങ്ങളൊന്നും ചെയ്യാത്ത വ്യക്തിയായിരിക്കും. അതാണ് ഓവറോൾ എനർജി. ഓക്കെ, ബേസിക് ക്യാരക്ടേഴ്സ് നോക്കിയപ്പോൾ വന്നിരിക്കുന്ന കാർഡ്സ് ഒപ്പോസിഷൻ, കോൺഫ്രണ്ടേഷൻ. ഒപ്പോസിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് കാണുന്ന ഒരു കാര്യം, നിങ്ങളൊരു പക്ഷേ ഓപ്പോസിറ്റ് സോഡിയാക്കിൽ പെട്ടവരാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ സ്കോർപ്പിയോ ആണെങ്കിൽ ഹി ഓർ ഷീ ക്യാൻ ബി എ ടോറസ്. അങ്ങനത്തെ ഒരു സാഹചര്യമാവാം. നിങ്ങൾ ഏരീസ് ആണെങ്കിൽ അദ്ദേഹം ലിബ്ര, അല്ലെങ്കിൽ അവർ ലിബ്ര ആയിരിക്കാം. ഓക്കെ, പിന്നെ ഓപ്പോസിഷൻ കൊണ്ട് നിങ്ങൾ ഈ ഫൈറ്റിംഗ് ടെൻഡൻസി, ചെറുതായിട്ട് ഫൈറ്റിംഗ് ടെൻഡൻസി കാണും, ഇല്ലെന്ന് പറയുന്നില്ല. എന്ന് കരുതി എപ്പോഴും ഫൈറ്റ് ചെയ്യുന്ന ഒരാളോ അങ്ങനെയല്ല. നിങ്ങളെ ഗ്രോ ചെയ്യാൻ അനുവദിക്കുന്ന ഒരാളായിരിക്കും. ഓക്കെ, നിങ്ങളുടെ വളർച്ചയ്ക്ക് ഈ ഒരു വ്യക്തിയുടെ നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള ഒരു എൻട്രി ഒരുപാട് സഹായിക്കും. അതാണ് ഈ ഓപ്പോസിറ്റ് സോഡിയാക്കിൽ പെട്ട ആൾക്കാരുടെ ഒരു പ്രത്യേകത. അതാണ്.
ഓക്കെ, അങ്ങനെ ഓപ്പോസിറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർ വിവാഹം കഴിച്ചവരെ തന്നെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റുമല്ലോ. ഒരാൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ആങ്കർ ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ, പെട്ടെന്ന് ദേഷ്യം വരുന്നവരാണെങ്കിൽ, മറ്റേ ആൾ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ആളായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സോ അതിനെ വളരെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക. ഓക്കെ, നിങ്ങളുടെ ഗ്രോത്തിന് നല്ലതാണ്. ദെൻ 9th ഹൗസ്, ഒരുപാട് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള ആളായിരിക്കാം. ചിലപ്പോൾ ഫോറിൻ കൺട്രീസിൽ താമസിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഫോറിനർ തന്നെ ആവാം, അത് വേറൊരു പോസിബിലിറ്റിയാണ്. കുറച്ച് റിലീജിയസ് ആയിട്ടുള്ള ആളാവാം. അതുപോലെ ഹയർ സ്റ്റഡീസ്, അതായത് മാസ്റ്റേഴ്സ്, PhD എന്തെങ്കിലും ഉള്ള ഒരാളായിരിക്കും. ഓക്കെ, ഡിഫറെൻറ്റ് കൾച്ചേഴ്സൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമുള്ള ആളായിരിക്കും. പല കൾച്ചറിൽപ്പെട്ട ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യുക, അങ്ങനെ പല ഡിഫറെൻറ്റ് കൾച്ചേഴ്സിലുള്ള ആൾക്കാരായിരിക്കും ഈ വ്യക്തിയുടെ സുഹൃത്തുക്കൾ. അതിനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, ദെൻ നെപ്റ്റ്യൂൺ വിഷൻ, അതായത് ഈ ഒരു മാരേജിനെ കുറിച്ച്, അതായത് ഈ ഓപ്പോസിഷൻ കാർഡ് ഇതുമായിട്ട് നമുക്ക് ഇതായിട്ട് കോറിലേറ്റ് ചെയ്ത് പറയാൻ പറ്റും. അതായത് നിങ്ങൾ ഈ ഒരു വിവാഹത്തിന് ഇപ്പോൾ ഓപ്പോസിറ്റ് സോഡിയാക്കിൽപ്പെട്ടവരാകുമ്പം നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അവരിൽ കാണും, പോസിറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങളും കാണും. അപ്പോൾ അതൊരു ദീർഘവീക്ഷണത്തോടു കൂടി സമീപിക്കുക. ഓക്കെ, ഈ ഒരു വിവാഹത്തിന് നിങ്ങൾ തയ്യാറാവുന്നതിന് മുമ്പ് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പരസ്പരം മനസ്സിലാക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ കുറച്ച് ദീർഘവീക്ഷണം വെച്ചിട്ട് ഇടപെടുക. ഈ വ്യക്തി അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്, അതുകൊണ്ടായിരിക്കാം നിങ്ങൾ യൂണിയനിലേക്ക് വരുന്നത്. ഓക്കെ, ഇത് ഡെസ്റ്റൈൻഡ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ തന്നെയാണ് നിങ്ങളുടെ. പിന്നെ വളരെ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ഒരാളായിരിക്കും. ഓക്കെ, സ്ട്രോങ് ഇൻറ്റ്യൂഷൻസ് ഇവിടെ കാണുന്നു. അതാണ് ബേസിക് ക്യാരക്ടേഴ്സ്. ഏത് സാഹചര്യത്തിൽ നിങ്ങൾ കണ്ടുമുട്ടും? ഡിസെൻഡൻറ്റ്, 7th ഹൗസ്, ഏരീസ്. ഡിസെൻഡൻറ്റ്, ഇൻവിറ്റേഷൻ, 7th ഹൗസ്, റിലേഷൻഷിപ്പ്, ഏരീസ്, ആക്ട്. ഓക്കെ 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 സി, ഇത് രണ്ടും സോഫ സിമിലറാണ്. കാരണം അസെൻഡൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഹൗസ്, അതായത് നമ്മൾ തന്നെയാണ്. നമ്മളുടെ ബോഡി എന്താണ്, നമ്മളുടെ ഒരു കാര്യങ്ങളാണ് ഫസ്റ്റ് ഹൗസ്, അതായത് അസെൻഡൻ്റ് സൂചിപ്പിക്കുന്നത്. ഡിസെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹൗസിന് നേരെ ഓപ്പോസിറ്റ്, അതായത് 7th ഹൗസിൻ്റെ കാർഡ് തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ ഒരു ക്രൗഡിനിടയ്ക്ക് വെച്ച്, ഒരു പബ്ലിക് പ്ലേസിൽ വെച്ചിട്ടുള്ളൊരു മീറ്റിംഗ് ആയിരിക്കും ഇത്, ഫോർ ഷുവർ. കാരണം 2 കാർഡ്സാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഒരു പബ്ലിക് പ്ലേസിൽ വെച്ചിട്ടുള്ള മീറ്റിംഗ് ആയിരിക്കാം. പിന്നെ 7th ഹൗസ് ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു മാരേജ് ഫങ്ഷൻ ആവാം. അതിനുള്ള പോസിബിലിറ്റി വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, എന്തായാലും ഒരു സീക്രട്ടീവായിട്ടുള്ളൊരു മീറ്റിങ്ങോ അങ്ങനെയൊന്നും അല്ല കാണുന്നത്. ഓക്കെ, ഒരു പബ്ലിക് പ്ലേസിൽ ഒരുപാട് പേര്, ഒരു എന്താ പറയുക, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് മീറ്റ് ചെയ്യുന്നു. ദെൻ ഏരീസ്. ഓക്കെ, ഏരീസ് ആക്ട്, അതായത് ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ വളരെ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ഇങ്ങോട്ട് വന്ന് നിങ്ങളോട് അപ്രോച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. വളരെ പാഷനേറ്റ് ആയിട്ട് വന്ന് അപ്രോച്ച് ചെയ്യുമായിരിക്കും. ഏരീസ് എന്ന് പറയുന്ന സൈനിൻ്റെ പ്രത്യേകത അതാണ്. ഓക്കെ, അവർ ആ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, അപ്പം അത്തരത്തിലുള്ളൊരു മീറ്റിംഗ് ആണ് കാണുന്നത്. ഓവറോൾ എനർജി കാണുന്നത് ദി എംപററാണ്. അതായത് നിങ്ങൾക്ക് മണി വൈസ്, ഫൈനാൻഷ്യലി വളരെ നല്ലൊരു ബന്ധമായിരിക്കും ഇത്. ചിലപ്പോൾ ഒരു വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ
അതോറിറ്റി എന്ന് പറയുന്നത് എപ്പോഴും പവർ തന്നെയാണ്. യെസ്, ഓക്കെ. അപ്പോൾ ഓവറോൾ എനർജി എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ് എംപറർ കാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നിങ്ങളുടെ ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. കാർഡ്സ് ഒന്ന് മാറ്റിക്കോട്ടെ. സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവരുടെ റീഡിംഗ് ആണ് ഇനി. ഓക്കെ, എന്താണ് നിങ്ങളുടെ സ്പൗസ് ഓവറോൾ എനർജി? സ്പൗസിൻ്റെ ഓവറോൾ എനർജി എന്താണ്? സെക്കൻഡ് പൈൽ. മാരേജിൻ്റെ ഓവറോൾ എനർജി എന്താണ്? സ്പൗസിൻ്റെ ബേസിക് നേച്ചർ. ഓ മൈ ഗുഡ്നസ്, കുറച്ച് അഗ്രസീവായിട്ടുള്ള ഒരു സ്വഭാവമുള്ള ആളാണെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. ഏത് സാഹചര്യത്തിൽ കണ്ടുമുട്ടും? ഓക്കെ, സ്പൗസിൻ്റെ ഓവറോൾ എനർജി എന്താണ്? ദ വേൾഡ്, മാരേജിൻ്റെ ഓവറോൾ എനർജി ദി എംപ്രസ്. ഗ്രേറ്റ്. ബേസിക് നേച്ചർ എന്താണ്? തേർഡ് ഹൗസ് കമ്മ്യൂണിക്കേഷൻ, ഏരീസ് ആക്ട്, സിക്സ്ത് ഹൗസ് സസ്റ്റൈനബിലിറ്റി. ഓക്കെ ഓക്കെ ഓക്കെ. ഏത് സാഹചര്യത്തിൽ കണ്ടുമുട്ടും? മാസ് മോഷൻ, സാജിറ്റേറിയസ് എക്സ്പാൻഡ്, ജെമിനായി, ക്രോസ് പോളിനേറ്റ്. ഓക്കെ, വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്പൗസിൻ്റെ ഒരു ബേസിക് നേച്ചർ എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾ ഡിഫറെൻറ്റ് കൺട്രീസിൽ താമസിക്കുന്നവരായിരിക്കാം. അതിനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. ചിലപ്പോൾ ഡിഫറെൻറ്റ് റിലീജിയനിൽ പെട്ടവരായിരിക്കാം, ഡിഫറെൻറ്റ് കാസ്റ്റിൽ പെട്ടവരായിരിക്കാം. ഓക്കെ, ഒരുപാട് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ്. അതുപോലെ പോപ്പുലർ ആയിട്ടുള്ള ഒരാളാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി അതാണ് ബേസിക് ഓവറോൾ എനർജി. അതാണ്. ഇനി എന്താണ് ബേസിക് നേച്ചർ? എന്താണ്? സിക്സ്ത് ഹൗസ്, ഏരീസ്, തേർഡ്. അതായത് വളരെ കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള ഒരാളായിരിക്കും, ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടമുള്ള ആളായിരിക്കും. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഒരുപാട് ഫ്രണ്ട്സും കാണും. ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. ഓക്കെ, അപ്പം വിവാഹം കഴിഞ്ഞ് ഇത്ര ഫ്രണ്ട്സൊന്നും പാടില്ല, അങ്ങനെയുള്ള പൊസസീവ്നെസ് നിങ്ങൾ കാണിച്ചാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാവും. ഓക്കെ, നിങ്ങൾ നിങ്ങളായിട്ടിരിക്കുക, പുള്ളിക്കാരൻ അല്ലെങ്കിൽ പുള്ളിക്കാരത്തെ അവരവരായിട്ട് വിടുക. സ്പേസ്, മ്യൂച്വൽ സ്പേസ് അങ്ങോട്ട് കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും. വർക്കിനോട് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളായിരിക്കും. ഓക്കെ, എനിമീസായിട്ട് മുന്നിൽ വരുന്ന വ്യക്തിയോട്, ശത്രുക്കളോട് പൊരുതി നിൽക്കാൻ കെൽപ്പുള്ള ഒരാളായിരിക്കും. അതുപോലെ
എന്ത് ഓബ്സ്റ്റക്കിൾസ് വന്നാലും, എന്ത് തടസ്സങ്ങൾ വന്നാലും, എസ്പെഷ്യലി നിങ്ങളുടെ ഒരു യൂണിയനകത്ത് എന്ത് തടസ്സങ്ങൾ വന്നാലും അതിനെയൊക്കെ തട്ടി മാറ്റാൻ പ്രാപ്തിയുള്ള ആളാണ്. ഓക്കെ, അത് ഏരീസ് വന്നിട്ടുണ്ടായത് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ കാർഡ്സ് എടുത്തപ്പോഴേ വന്നത് അഗ്രസീവായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് ആദ്യമേ വന്നിരുന്നു. എനിക്ക് ആ ഒരു വൈബ് കിട്ടിയിരുന്നു. വളരെ പാഷനേറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, ഭയങ്കര ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആളാണ്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ അതേപോലെ ആയിരിക്കും. കട്ട് ത്രോട്ടായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളായിരിക്കും. അപ്പോൾ എന്ത് ഒബ്സ്റ്റക്കിൾസ് വന്നാലും അതിനെയൊക്കെ നീക്കി മാറ്റിക്കളയും. ഏത് സാഹചര്യത്തിൽ നിങ്ങൾ കണ്ടുമുട്ടും എന്ന് ചോദിച്ചപ്പോൾ മാസ്, സാജിറ്റേറിയസ്, ജെമിനായി. ഓക്കെ, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നന്നാക്കി മാറ്റേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ കുറച്ച് ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ആളായിരിക്കാം, അധികം സംസാരിക്കാത്ത വ്യക്തിയായിരിക്കാം. അതൊന്ന് മാറ്റണം. കാരണം ഈ വ്യക്തി ഒരുപാട് സംസാരിക്കുന്ന ആളാണ്. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടെ കമ്മ്യൂണിക്കേറ്റീവ് ആവുക. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ പവർ എക്സ്പാൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഈ വ്യക്തി എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരുമായിട്ട് ഇടപെടുന്ന ഒരാളാണ്. വേൾഡ് കാർഡ് തന്നെയാണ് ആദ്യം വന്നിരിക്കുന്നത് പോലും. അപ്പോൾ ഒരുപാട് എന്താ പറയുക, ഫ്രണ്ട് സർക്കിളും ഒരുപാട് പേരോട് മിങ്കിൾ ചെയ്യുന്ന ഒരു അറിയപ്പെടുന്ന ഒരു വ്യക്തിയാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ആരെയും വലിയ മൈൻഡൊന്നും കൊടുക്കാത്ത ഒരാളായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങളുടെ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആ ഒരു എനർജി നിങ്ങൾ കൊണ്ടുവരണം. ഓക്കെ, അത് കൊണ്ടുവരുന്ന സമയത്ത് മീറ്റ് ചെയ്യാൻ അങ്ങനെ ഒരു രീതിയിലേക്ക് നിങ്ങൾ ഡെവലപ്പായി വരുമ്പോഴായിരിക്കും ഇത്തരത്തിലുള്ളൊരു എനർജി നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരുന്നത്. അല്ലാതെ നമ്മൾ വെറുതെ മാനിഫെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, ഇവിടെ ക്വയറ്റ് സിമിലർ ആയിട്ടുള്ള കാർഡ്സാണ് ഇത് രണ്ടും വന്നിരിക്കുന്നത് തന്നെ. കാരണം നമ്പർ 9, ഓക്കെ, 4 4 8 1 9. ഇതൊരു ലവ് മാരേജ് ആവാനുള്ള പോസിബിലിറ്റിയാണ് കാണുന്നത്. ഓക്കെ, ഇതിൻ്റെ ഓവറോൾ എനർജി, മാരേജിൻ്റെ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് എംപ്രസ് ആണ്. ഭയങ്കര അബണ്ടൻ്റ് ആയിട്ടുള്ള ഒരു മാരേജ്, അബണ്ടൻ്റ് ആയിട്ടുള്ളൊരു ജീവിതം. ഓക്കെ, അതുപോലെ കൺസീവ്ഡ് ആവാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. ആഫ്റ്റർ മാരേജ് ഈ ഒരു വ്യക്തിയുമായിട്ട് കുട്ടികൾ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി കാണുന്നു. ഓക്കെ, എന്തെങ്കിലും ഫാമിലി വൈസും അവർ ഭയങ്കര റിച്ച് ആയിട്ടുള്ളവരോ അങ്ങനെ എന്തെങ്കിലും എന്തോ ഒരു നല്ല ബാക്ക്ഗ്രൗണ്ട് കാണുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ പവറും നിങ്ങൾ കുറച്ചുകൂടെ ഔട്ട് ഗോയിങ് ആവുക. നിങ്ങളുടെ അപ്പിയറൻസ് ഒക്കെ ഒന്ന് മാറ്റി നിങ്ങൾ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ചിയറപ്പ് ആവുക. ഓക്കെ, അപ്പിയറൻസ് ഒക്കെ മാറ്റി നിങ്ങളുടെ മുടിയൊക്കെ ഒന്ന് സ്റ്റൈൽ ചെയ്ത് കളർ ചെയ്ത് കുറച്ച് മേക്കപ്പൊക്കെ ഇട്ട് നടന്നോ, കുഴപ്പമൊന്നും ഇല്ലെന്നേ. ഓക്കെ, അതാണ് സെക്കൻഡ് പൈലിൻ്റെ റീഡിങ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പൈലിലേക്ക് പോവാം. ഒരു നല്ല പാർട്ട്ണറിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, നമുക്കൊരു നല്ല ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് കരുതിയാൽ മതി. തേർഡ് പൈൽ ചൂസ് ചെയ്തിട്ടുള്ള റീഡിംഗ് ആണ് ഇനി. എന്താണ് നിങ്ങളുടെ സ്പൗസിൻ്റെ ഓവറോൾ എനർജി?
മാരേജിൻ്റെ ഓവറോൾ എനർജി എന്താണ്? ഓക്കെ, സ്പൗസിൻ്റെ ബേസിക് സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? കറക്റ്റ് 3 കാർഡ് വീണല്ലോ. ഏത് സാഹചര്യത്തിൽ നിങ്ങൾ കണ്ടുമുട്ടും? വീണ കാർഡ്സ് അങ്ങ് എടുക്കുവാണേ. അപ്പം ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ദ ടവർ. ഓക്കെ, മാരേജിൻ്റെ ഓവറോൾ എനർജി ദ മൂൺ. ഓക്കെ, സ്പൗസിൻ്റെ ബേസിക് നേച്ചർ മൂൺ. വീണ്ടും മൂൺ വന്നല്ലോ. മെർക്കുറി 10th ഹൗസ്. ഏത് സാഹചര്യത്തിൽ നിങ്ങൾ കണ്ടുമുട്ടും? പ്ലൂട്ടോ 6th ഹൗസ്, സാജിറ്റേറിയസ്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ സ്പൗസിൻ്റെ ഓവറോൾ എനർജി എന്ന് പറയുന്നത് ടവറാണ്. ഒരു പക്ഷേ ജീവിതത്തിൽ ഒരു വലിയ എൻഡിങ് നടന്ന ഒരു വ്യക്തിയായിരിക്കാം, ഒരു വലിയ എൻഡിങ്. ഓക്കെ, ഡിവോഴ്സ്ഡ് ആയ ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും നഷ്ടപ്പെട്ട വ്യക്തിയായിരിക്കാം, മരിച്ചുപോയത്. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അങ്ങനെ ലൈഫ് കംപ്ലീറ്റ് ഉലഞ്ഞ ഒരു മനുഷ്യനാണിത്. ഓവറോൾ എനർജി അങ്ങനെയാണ്. ഓക്കെ, പക്ഷേ ഒരു ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സൈക്കിളിൻ്റെ എൻഡ് എന്ന് പറയുന്നത് പുതിയ ഒന്നിൻ്റെ തുടക്കമാണ്. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ആ തുടക്കത്തിന് റെഡിയായ മനുഷ്യനാണിത്, എന്നിട്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഓക്കെ, മാരേജിൻ്റെ ഓവറോൾ എനർജി മൂൺ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളോട് വളരെ സെക്ഷുവലി അട്രാക്ഷൻ ഉള്ള വ്യക്തിയായിരിക്കാം. ഓക്കെ, നിങ്ങളോട് ഭയങ്കര ഒരു ഫിസിക്കലി ഒക്കെ ഉള്ള കാര്യത്തിൽ ഭയങ്കര താല്പര്യമുള്ള വ്യക്തിയായിരിക്കും. മാരേജിൻ്റെ ഓവറോൾ എനർജി കാണുന്നത്, പിന്നെ കുറച്ച് മൂഡ് സ്വിങ്സ് കാണും. ഓക്കെ, കാരണം മൂണെന്ന് പറയുന്നത് നമുക്കറിയാം, ആ മൂണിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കാരണം വേവ്സ് ഉണ്ടാവും. വേവ്സിന് ഈ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അതുപോലെ മൈൻഡ്, മൂണെന്ന് പറഞ്ഞാൽ മൈൻഡിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. മൈൻഡും അതുപോലെ ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും. ഓക്കെ, ഒരുപാട് ഇമോഷൻസ് ഉള്ള മനസ്സാണ്. അപ്പോൾ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ കുറച്ച് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യുക. ഓക്കെ, ചെറിയ എന്തെങ്കിലും കാര്യം മതി പെട്ടെന്ന് എന്താ പറയുക, ദുഃഖം വരാൻ പെട്ടെന്ന്. ഓക്കെ, പക്ഷേ ഒരു മദർലി ലവ് കെയർ ഒക്കെ തരുന്ന ആളായിരിക്കും. ഓക്കെ, ഫൈനാൻഷ്യലി മൂൺ കാർഡ് ഗുഡാണ്, നല്ലതാണ്. ദെൻ ബേസിക് നേച്ചർ വന്നതിനകത്ത് പോലും ദേ മൂൺ കാർഡ് വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, പെർസെപ്ഷൻ. ഒരു കാര്യം പുള്ളിക്കാരൻ എടുക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലാവണമെന്നില്ല. ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, 10th ഹൗസ്, വളരെ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആളായിരിക്കും, അതോറിറ്റി. അതുകൊണ്ട് ചിലപ്പോൾ വലിയൊരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയായിരിക്കാം. ഓക്കെ, വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളായിരിക്കും. മെർക്കുറി മെസ്സേജസ്, നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന വ്യക്തി, ഭയങ്കര ഇൻ്റലിജൻ്റ് ആയ വ്യക്തിയായിരിക്കും. ഓക്കെ, ആ ഇൻ്റലിജൻസ് ആ വ്യക്തിയോട് നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ആ സംസാരത്തിലൂടെ അത് പുറത്തു വരും. ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിരിക്കും. നിങ്ങളെക്കാൾ ഏജ് കുറവാകാനുള്ള ചാൻസ് ഉണ്ട്. ഭയങ്കര എനർജറ്റിക് ആയിരിക്കും.
വളരെ ക്രിയേറ്റീവ് ആയിരിക്കും. വർക്ക് പ്ലേസിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസൊക്കെ കൊണ്ടുവരുന്ന ആളായിരിക്കും. ഓക്കെ. ക്യാൻ ബി എ പബ്ലിക് സ്പീക്കർ. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു യൂട്യൂബർ ആവാം. ഓക്കെ. അങ്ങനെ നമ്മൾ സംസാരിക്കേണ്ടി വരുന്ന കാര്യങ്ങളുണ്ടല്ലോ, കമ്മ്യൂണിക്കേഷൻ വേണ്ടി വരുന്ന കാര്യങ്ങൾ. ടീച്ചിങ് പ്രൊഫഷൻ ആവാം. 10th ഹൗസ് കരിയർ ഡിനോട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ഇതൊക്കെ പറഞ്ഞതേ. ഓക്കെ. ഓക്കെ. ദെൻ ഏത് സാഹചര്യത്തിൽ നിങ്ങൾ കണ്ടുമുട്ടും? അഗെയിൻ വർക്ക് റിലേറ്റഡ് ആയിട്ട് കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ചിലപ്പോൾ കൊളീഗ്സ് ആയിരിക്കാം, ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഒരേ ഫീൽഡിൽ നിൽക്കുന്നവരായിരിക്കാം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു മീറ്റിംഗ് ആവാം. വിചാരിക്കാത്തൊരു സമയത്ത് വരുന്ന ആളായിരിക്കാം. കാരണം പ്ലൂട്ടോ എന്ന് പറയുന്നത്, സ്കോർപിയോ റൂൾ ചെയ്യുന്നത് പ്ലൂട്ടോ ആണ്. റീബർത്ത്, ട്രാൻസ്ഫോർമേഷൻ, ഡെത്ത്, സഡൻ അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്സ്, അതൊക്കെ പ്ലൂട്ടോ ആണ്. ഓക്കെ. അല്ലെങ്കിൽ ഒരുപക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ജോലിസ്ഥലത്ത് മീറ്റ് ചെയ്യുന്നതാവാം. അല്ലെങ്കിൽ ഈ വ്യക്തി ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഓക്കെ, ഓൾറെഡി അറിയാമായിരിക്കും, പക്ഷേ ഇത്തരത്തിലുള്ളൊരു ഇമോഷൻ ഈ വ്യക്തിക്ക് നിങ്ങളോടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. ഓക്കെ, അങ്ങനത്തെ ഒരു സാഹചര്യം കാണുന്നു. ലവ് മാരേജ് സിറ്റുവേഷനാണ് കാണുന്നത് ഇവിടെ. ഓക്കെ. ഓവറോൾ എനർജി ഗുഡാണ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. മൂൺ കാർഡാണ് വന്നിരിക്കുന്നത്. പക്ഷെ മൂൺ തന്നെ 2 മൂണുണ്ട്. അതായത് വാക്സിങ് മൂണും ഉണ്ട്, വെയിനിങ് മൂണും ഉണ്ട്. വാക്സിങ് മൂൺ എന്ന് പറയുന്നത് കുറേ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു മൂണാണ്, കുറച്ചുകൂടി സ്പിരിച്വലായിട്ട് ചിന്തിക്കുന്ന ഒരു മൂണാണ്. വെയിനിങ് മൂൺ എന്ന് പറയുന്നത് കുറച്ച് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള മൂണാണ്. ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കുന്ന, പണത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, നിങ്ങൾക്കെന്നാൽ അതേപോലെ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ 2 ടൈപ്പ് മൂണുണ്ട്. ഓക്കെ, എനിഹൗ ഇതാണ് റീഡിങ്. അപ്പോൾ നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് അടുത്ത റീഡിങ്ങിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.